ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. രജനീകാന്ത്, ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. കണ്ടുവരാം. నారా చంద్రబాబు నాయుడు అనే నేను శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం, విధేయత చూపుతానని, భారతదేశ సార్వభౌమాధికారాన్ని, సమగ్రతను కాపాడుతానని ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా కర్తవ్యాలను శ్రద్ధతో, అంతఃకరణ శుద్ధితో నిర్వహిస్తానని. ഷമി പ്രഭാകർ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ഷമി, ആന്ധ്രാപ്രദേശിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എൻ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. നേരത്തെ ലോക്സഭയിൽ MP സ്ഥാനം ലഭിച്ച മന്ത്രിസ്ഥാനം ലഭിക്കാതെ TDPക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്ന തരത്തിൽ നിരവധി ആക്ഷേപങ്ങൾ TDPയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കാരണം സുപ്രധാന വകുപ്പുകളെല്ലാം BJP കൈയടക്കിയപ്പോൾ TDPക്ക് പ്രത്യേകിച്ചൊന്നും നൽകിയില്ല, വേണ്ടിയ രീതിയിൽ TDPയെ അവർ പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം ഇത്തരം കാര്യങ്ങളെ? കാരണം രാഷ്ട്രീയമായും കൂടെ ഇതിനെ അവലോകിക്കേണ്ടിയിരിക്കുന്നു. വിനിഷ, ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെയാണ് ഇപ്പോൾ TDP ആന്ധ്രാപ്രദേശിൽ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം TDP തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 175 അംഗ നിയമസഭയിൽ കേവലം 23 സീറ്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം പലവിധ കേസുകളിൽ പെട്ടിങ്ങനെ ബുദ്ധിമുട്ടുകയായിരുന്നു ചന്ദ്രബാബു നായിഡു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി 175 അംഗ നിയമസഭയിൽ 135 സീറ്റ് നേടിയാണ് അദ്ദേഹം തൻ്റെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. സ്വാഭാവികമായ ഒരു സഖ്യം അവിടെ രൂപപ്പെട്ടു. ജനസേന പാർട്ടിയുടെ പവൻ കല്യാൺ അദ്ദേഹമാണ് ഈ സഖ്യത്തിൻ്റെ സൂത്രധാരൻ, അദ്ദേഹമാണ് ഈ സഖ്യത്തിൻ്റെ തലച്ചോറ്. അങ്ങനെയാണ് NDA സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ രൂപപ്പെട്ടതും ഇത്ര വലിയ വിജയത്തിലേക്ക് TDPക്ക് പോകാൻ കഴിഞ്ഞതും. എന്തായാലും ഇവിടെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 1995 വിഭജിക്കപ്പെടാത്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരുന്നത്. ഏതാണ്ട് 2004 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. അതിനുശേഷം ആന്ധ്ര വിഭജിക്കപ്പെട്ട ശേഷവും തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ പക്ഷേ അടിതെറ്റിപ്പോയി. 2019 അദ്ദേഹത്തിന് പൂർണ്ണമായ പരാജയം അവിടെ അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷമുള്ള കാലം അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളെയും തരണം ചെയ്തു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരു കിക്ക് മേക്കറായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നരേന്ദ്രമോദി പോലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തുന്നു. ഒപ്പം വലിയൊരു താരനിര, രജനീകാന്ത് ഉൾപ്പെടെ. നമുക്കറിയാം പവൻ കല്യാൺ എന്ന് പറയുന്നത് തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ചിരഞ്ജീവിയുടെ സഹോദരനാണ്. അങ്ങനെ ഒരു വലിയ താരനിര തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആന്ധ്രാപ്രദേശിൻ്റെ കിരീടം വെക്കാത്ത രാജാവായി ചന്ദ്രബാബു നായിഡു. ഒപ്പം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മകനും ഈ ക്യാബിനറ്റിൽ അംഗമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അച്ഛനും മകനും ഈ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. നാരാ ലോകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. അദ്ദേഹവും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. പവൻ കല്യാൺ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, TDPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഷമി പ്രഭാകറാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.